ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, തംബ്ലൈന് കണ്ടതുപോണം തന്നെ എങ്ങനെ ഞാൻ കണ്ണൻ കാരണം ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറി എന്നതിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കാം, പക്ഷേ അറിയാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പം ആ ഒരു കഥ, ഒരു ചിത്രം പോലും ജീവിതത്തിൽ വരയ്ക്കാത്ത ഞാൻ ഒരു ചിത്രകാരിയായി മാറിയ ഒരു കഥയുണ്ട്. ലോകം ഒന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയായതും ലോകം ഒന്നായിട്ട് അറിയപ്പെട്ടു വന്നതും ഒക്കെ കണ്ണൻ കാരണം. അതിനൊരു കഥയുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഇതിനൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ എന്നെ കുട്ടിക്കാലം തൊട്ടേ കണ്ണ എന്ന് വിളിക്കുമായിരുന്നു. കണ്ണ എന്ന് വിളിപ്പേര് വരാൻ കാരണം എൻ്റെ ഒരറിവ് വെച്ചിട്ട് ഒരു 3-3.5 വയസ്സ് തൊട്ടിട്ട് ഞാനൊരാളെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. 3.5 വയസ്സിലൊക്കെ പ്രണയോ എന്ന് ചോദിക്കും. അന്നത്തെ കാലത്ത് അത് പ്രണയമാണ് എന്നൊന്നും പറയാൻ പറ്റൂല. എന്നാൽ പോലും എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. ആ ആളുകൾക്ക് ഒരുപാട് ഒരു കുടുംബിനിയായിട്ട് 3-ാം വയസ്സിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ തന്നെ പന്തൽ കെട്ടി, ഞങ്ങൾ തന്നെ മണ്ണ് കൊണ്ട് ചോറ് വെച്ച്, പല പല ഇലകൾ പറിച്ച് പല പല കറികൾ ഉണ്ടാക്കി, പല പല ഉപ്പേരികൾ ഉണ്ടാക്കി. അങ്ങനെ ഈ ചെമ്പരത്തി താളി ഉണ്ടല്ലോ, അന്നത്തെ ഞങ്ങളെ വെളിച്ചെണ്ണ അതായിരുന്നു. ഇന്നൊക്കെ വെളിച്ചെണ്ണക്ക് എന്താ വില, അന്നൊന്നും ഒരു വിലയില്ലായിരുന്നു. ചെമ്പരത്തിയുടെ താളി കല്ലുമലിട്ടൊന്ന് ഒരുതിയാൽ അത് വെളിച്ചെണ്ണയായി. നമ്മുടെ ഇതില്ലേ, പൈനാപ്പിൾ ഉണ്ടല്ലോ, കൈതച്ചക്കയുടെ ഇല എടുത്താൽ മീനായി. കാരണം അതിൻ്റെ ബാക്ക് സൈഡിലൊരു എന്താ പറയുക, ഒരു ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ചുരണ്ടി പോക്കുമ്പം അത് മീൻ മുറിക്കുന്നതായി. അങ്ങനെ ഒരുപാട് ചോറും കറികളൊക്കെ വെച്ച് എനിക്കൊരു കളിക്കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കളിക്കൂട്ടുകാരൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ആൾ വിവാഹിതനാണിപ്പം, ഒരു കുട്ടിയുടെ അച്ഛനാണിപ്പം. അപ്പം അവനില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. എനിക്ക് രാവിലെ അവൻ എൻ്റെ വീട്ടിൽ കളിക്കാൻ വരും, വൈകുന്നേരം ആകുമ്പോഴേ അവൻ തിരിച്ചു പോവുള്ളൂ. ഭക്ഷണം പോലും കഴിക്കാൻ അവൻ നിൽക്കാറില്ല. ഞങ്ങൾ ഫുൾ ടൈം കളിയായിരുന്നു. അത്രമേൽ ഒത്തുചേർന്ന് നിന്നൊരാൾ. നഴ്സറിയിൽ ഒരുമിച്ചായിരുന്നു, സ്കൂളിൽ ഒരുമിച്ചായിരുന്നു. എന്ന് തൊട്ടാണ് ഞങ്ങൾ വേർപിരിയൽ തുടങ്ങിയത്, അല്ലെ എന്ന് തൊട്ടാണ് ഒരുമിച്ച് നടക്കാതായത് എന്നുള്ളതും കൂടി പറയാം കേട്ടോ. അപ്പം എന്നെയും അവനെയൊക്കെ ഒരുമിച്ചാണ് മദ്രസയിൽ ചേർത്തിയത്. ഒരേ മദ്രസയിലാണ്, ഒരേ ക്ലാസ്സിലാണ്. അപ്പോൾ ഇവനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മദ്രസയിൽ പോകൂ. അവൻ ലീവുള്ള ദിവസം ഞാനും ലീവായിരിക്കും. അവന് സ്കൂളിൽ പോകുന്ന ദിവസം ഞാനും പോവും, അവൻ പോയില്ലേ ഞാനും പോവില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങളെ മദ്രസയിൽ ചേർത്തി, ഞങ്ങൾ മദ്രസയിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ്റെ 2 സഹോദരന്മാരുടെ കല്യാണം ഒരുമിച്ച് കഴിഞ്ഞതായിരുന്നു അവിടെ. അപ്പോൾ ഒരുമിച്ച് കഴിഞ്ഞ സമയത്ത് അവർ വന്ന സമയത്ത് അവർ അറിഞ്ഞു ഞങ്ങളുടെ ഈ പ്രണയകഥ. അതിനേക്കാട്ടിലൊക്കെ ഏതൊരു പ്രണയകഥയിലും ഒരു വില്ലത്തി ഉണ്ടാവുമല്ലോ. എൻ്റെ ജീവിതത്തിലല്ല വില്ലത്തിയായിട്ട് വന്നത്, അവരുടെ ജീവിതത്തിൽ വില്ലത്തിയായിട്ട് വന്നത് എൻ്റെ വാപ്പയുടെ ഉമ്മയാട്ടോ. എൻ്റെ വാപ്പയുടെ ഉമ്മ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. ആ ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന ആ ഒരു ബോൾഡ്നെസ് ആണോ എനിക്ക് കിട്ടിയത് എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അമ്മാമ്മ ഭയങ്കര ദേഷ്യക്കാരിയാണ്, വാശിക്കാരിയാണ്, തൻ്റേടിയാണ്. അങ്ങനത്തെ ഒരാളാണ് എൻ്റെ ഉമ്മാമ്മ. ഉമ്മാമ്മയുടെ ആങ്ങളയുടെ ഞാൻ പറയുന്നില്ല ആരാണ് എന്നുള്ളത്. ഏതായാലും ഉമ്മാമ്മയുടെ അടുത്തൊരു ബന്ധുവാണ് ഇവന്. നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാട്ടോ. അങ്ങനെ ഉമ്മാമ്മ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉമ്മാമ്മ കുറച്ച് സ്ട്രോങ് ആണ് എന്നുള്ളത് ഈ കല്യാണം കഴിഞ്ഞ് വന്ന ആൾക്കാരറിഞ്ഞു. കൂട്ടത്തിൽ എനിക്ക് ഇവനില്ലാതെ മദ്രസയിലും സ്കൂളും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്നുള്ളതും ഇവരറിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ വീട് കുറച്ച് കുന്നിൻ്റെ മുകളിലാണ്. ഞാൻ എന്നും രാവിലെ റെഡിയായി അടുക്കള ഭാഗത്ത് വന്നിട്ട് അവൻ്റെ പേര് ഉറക്കെ വിളിക്കും.
അപ്പോൾ അവന് വിളി കേൾക്കുമ്പോൾ അവൻ താഴോട്ട് ഇറങ്ങി വരുള്ളൂ. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് മദ്രസയിൽ പോകല. ഒരുമിച്ചല്ല കേട്ടോ, തൊട്ടടുത്ത് വേറെയും വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവന് എനിക്ക് നിർബന്ധമാണ് മദ്രസയിൽ പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ ഏട്ടൻ്റെ ഭാര്യമാർ എൻ്റെ അമ്മാമ്മക്കിട്ടൊരു പണി കൊടുക്കണമെന്നുള്ള രീതിയായി. കാരണം അമ്മാമ്മ അത്രയും എല്ലാവരെയും വെറുപ്പിച്ച് നടക്കുന്ന ഒരാളാണല്ലോ. അമ്മാമ്മക്കിട്ടുള്ള പണിയാണോ എനിക്കിട്ടുള്ള പണിയാണോ എന്ന് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ മദ്രസയിൽ പോകാൻ റെഡിയായി നിന്ന് അവൻ്റെ വീടിൻ്റെ മുകളിലോട്ട് വിളിക്കുന്ന സമയത്ത് അവിടുന്ന് തിരിച്ചൊരു വിളിച്ച് വരച്ചിലുണ്ട്, അവൻ പോയി ഇട്ടോന്ന്. സഹിക്കുമോ ഞാൻ? നിങ്ങൾ തന്നെ ഒന്ന് പറ. അത്രമേൽ കൂടെ നടന്ന് എന്നെ കൂട്ടാതെ അവൻ മദ്രസയിൽ പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹിക്കുമോ? സഹിക്കൂല. എനിക്കും സഹിക്കാൻ പറ്റിയില്ല. ഒറ്റ നിലവിളിയാ, നിന്ന നിപ്പാല. പുസ്തകമൊക്കെ എവിടെയാണെന്നുള്ളത് പിന്നെ തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരും. ഒരൊറ്റ കരച്ചിലും വീടിന് ചുറ്റും 4-5 റൗണ്ട് ഒരോട്ടവുമാണ് എനിക്ക്. ഇവനില്ലേ ഞാനന്ന് മദ്രസയിൽ പോയില്ല. അപ്പേക്കുണ്ട് ഉമ്മാമക്കുണ്ടൊരു ബദർ യുദ്ധം ഇളകാൻ. ഉമ്മാമ അങ്ങോട്ട് ആരാ ഡേഷു മോളെ ഈ പറഞ്ഞത് ആരാന്നും ചോദിച്ചിട്ട് ഉമ്മാമട്ട് തുടങ്ങും. അപ്പേക്കും പറയുവാൻ പോയില്ല കേട്ടോ, ഓൻ ഇവിടെ ഉണ്ട് എന്നറിയും. അവർക്ക് തോന്നും ഉമ്മാമ സീനായി എന്ന് തോന്നിയാൽ അവർ പറയും ഓൻ പോയില്ല, ഓൻ ഇവിടെ ഉണ്ട്. അതുവരെ അവരെ പിടിച്ച് നിർത്തുമായിരുന്നു. അപ്പോൾ പിന്നെ അവന് ഇങ്ങോട്ട് വിടും. അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ സിസ്റ്റർമാരൊക്കെ അന്നൊക്കെ ഞങ്ങൾ തോട്ടിൽ പോയിട്ടായിരുന്നു അലക്കൽ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു തോടൊക്കെ ഉണ്ടായിരുന്നു. ആ തോട്ട് പോയിട്ടാണ് അലക്കുക. അപ്പം എൻ്റെ മൂത്ത സഹോദരിയും രണ്ടാമത്തെ സഹോദരിയൊക്കെ ചോദിക്കും, ഇന്ന വ്യക്തി നിനക്ക് ചിലവിനൊക്കെ തരുന്നുണ്ടോടേ? അവർ കളിയാക്കിയാണ് ചോദിക്കാറ്. പക്ഷേ എനിക്കിങ്ങറിയോ ഇതെന്നെ കളിയാക്കുന്നതാണ് എന്നുള്ളത്. ഞാൻ പറയും 100 ചോദിച്ചാൽ 200 തരും എൻ്റെ ആ ആൾ എന്ന് പറയും. ഇപ്പോഴും എന്നെ കളിയാക്കുന്നതാട്ടോ എൻ്റെ ഏട്ടത്തിമാർ കളിയാക്കി പറയുന്ന ഒരു കാര്യമാണ്. 100 ചോദിച്ചാൽ 200 തരുമെന്ന്. എന്നോട് പൈസ കടം ചോദിക്കുന്നതൊക്കെ സമയത്ത് ചോദിക്കാറുണ്ട്. ഒരു 500 ചോദിച്ചാൽ 1000 തരാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിച്ച് ഇപ്പോഴും കളിയാക്കും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുക, എനിക്ക് ചിലവിന് പൈസ തരലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ചിലവിന് തരലുണ്ട്. 100 ചോദിച്ചാൽ 50 തരും, പക്ഷേ 1000 ചോദിച്ചാൽ 500 തരുള്ളൂ കേട്ടോ എന്ന് പറയും. അപ്പോൾ അവർ ചോദിച്ചു അതെന്താ അങ്ങനെ? അതെന്താണെന്നറിയില്ല, ആളുടെ കയ്യിലില്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ അവനെ കൂട്ടി പറയും. ഇത് എനിക്കറിയില്ലായിരുന്നു 1000 ആണോ 500 ആണോ വലുത് എന്നുള്ളത്. അങ്ങനത്തെ ഒരാളായിരുന്നു അത്. അപ്പം എനിക്ക് ഞാൻ ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ മാമന ഈ വന്ന 2 മരുമക്കളും ചൂടാക്കി വിടുന്ന പരിപാടി ഇവർ സ്ഥിരമാക്കി തുടങ്ങി. മാമ മരണം വരെ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ നല്ല ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ എൻ്റെ ഏട്ടത്തി രണ്ടാമത്തെ സഹോദരിക്ക് പിന്നെ അന്നത്തെ 4ാം ക്ലാസ്സിലൊരു പദ്യം ഉണ്ടായിരുന്നു. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ നായക്കഞ്ഞിക്കരി കിട്ടിയില്ല, കണ്ടത് മുഴുവൻ കാട്ടിലെറിഞ്ഞു, വീടിന് ചുറ്റും ഓടി നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള. എത്ര പേർക്ക് ആ കാലഘട്ടത്തിലുള്ളവർക്ക് ആ പാട്ട് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാനും ഇവളും ഇങ്ങനെ കുത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഈ പാട്ട് പാടി. വെറുതെ ഒന്നെന്നെ നോക്കി. ഇതെന്നെ നോക്കി പാടിയാൽ അതെന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്കിട്ട് താങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ കിടത്താൻ നിലത്ത്. എനിക്ക് അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. വാശി പിടിക്കുമ്പോഴേക്കും നിലത്ത് കിടന്ന് വയ്ക്കുക എന്നുള്ളൊരു സ്വഭാവം. അത് നടു റോഡായി വീടായി കാടായി എല്ലാം എനിക്ക് കണക്കായിരുന്നു. അപ്പം ഞാൻ കിടന്ന് നില വിളിയും കൂട്ടി ഉമ്മ ഒച്ചട്ട് വാപ്പ ഒച്ചട്ട് അങ്ങനെയൊക്കെയാണ് ഇതാകുക. അപ്പം ഈ രണ്ടാമത്തോൾ ഇത് തുടങ്ങിയപ്പം മൂത്ത ആളും ഇതേറ്റ് പിടിക്കാൻ തുടങ്ങി. അന്നപ്പോൾക്ക് അതിലത്തൊരു വഴിയുണ്ട്, കിണ്ണൊക്കെ എന്തോ കാട്ടിലെറിഞ്ഞൊക്കെ. അങ്ങനെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. അതിലത്തെ ഒരു പാട്ടുകൊണ്ട് എൻ്റെ അമ്മാമ്മ ആദ്യം എന്നെ കിണ്ണ എന്ന് വിളിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അവർ ഈ പാട്ടിലെ ലൈൻ വെച്ചിട്ടാണ് എന്നെ വിളിച്ചു തുടങ്ങിയത്.
അപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെ എന്നെ കിണ്ണാന്നായി വിളിക്കുക. ഇപ്പോഴും കിണ്ണാന്നാട്ടോ ഓല് വിളിക്കുക. ഒരാൾ കേട്ടോ, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ രണ്ടാമത്തെ മകനെ എന്നെ കിണ്ണാന്നാണ് ഇപ്പോഴും കാണുമ്പോൾ വിളിക്കുക. അപ്പോൾ കിണ്ണാന്ന് വിളിയൊരു സുഖമല്ല, നമുക്ക് ഇവിടെ കണ്ണ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കണ്ണ എന്നുള്ളൊരു വിളിയിലേക്ക് എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നീട് അങ്ങോട്ടെല്ലാവരും കണ്ണന്, കണ്ണൻകുട്ടി നായർ അങ്ങനെ പഠിച്ചിട്ട് അവരൊരു പക്ഷേ അതൊരു ദൈവമായതുകൊണ്ടായിരിക്കില്ല എന്നെ കണ്ണ എന്നൊന്നും വിളിച്ചത്. ഞങ്ങളുടെ ആ ഒരു നാട്ടിൽ ഹിന്ദു മതസ്ഥർ കുറവാണ്. അപ്പം കണ്ണൻ എന്നുള്ളൊരു പേര് അത് എന്തുകൊണ്ടാണ് അവർ വിളിച്ചത് എന്നുള്ളത് ഇന്നും അവർക്കറിയില്ല, എനിക്കും അറിയില്ല കേട്ടോ. പക്ഷേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഞങ്ങളുടെ എന്താ പറയുക, എന്തെങ്കിലും ഒരു മതപരമായിട്ടുള്ള ചടങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത ഏട്ടത്തി ഉണ്ടല്ലോ, ആൾ വളരെ എന്താ പറയുക, നല്ല സൽസ്വഭാവിയാണ്. അവൾ ഇത് കാണുന്നുണ്ടാവും മിക്കവാറും, പാരവെപ്പിൻ്റെ ഉസ്താദാണ്. അവൾ എടുക്കൊന്ന് കണ്ണ എന്നങ്ങ് വിളിക്കും. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ അടുത്തില്ലേ, നിങ്ങൾ കേട്ടില്ലേ, മുമ്പിൽ ഒരാൾ ജാഥ വിളിച്ചിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഏറ്റു വിളിക്കാൻ 100 ആൾക്കാർ. അതേപോലെ ഒരാൾ കണ്ണാന്ന് വിളിക്കുമ്പോൾ എല്ലാവർക്കും ക്യൂരിയോസിറ്റിയാണ്, അതാരെയാണ് വിളിച്ചതെന്നറിയാൻ. പിന്നെ അവരും തുടങ്ങും കണ്ണാ കണ്ണാ എന്നുള്ള. ഒരു പരിപാടിക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒരു സ്കൂളിൽ അറിഞ്ഞു തുടങ്ങി കണ്ണൻ എന്നുള്ള പേര്. എല്ലാവരും കളിയാക്കി തുടങ്ങി. എനിക്കാണേ സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണാന്ന് വിളിക്കുമ്പോൾ കരയുക എന്നല്ലാതെ എനിക്ക് വേറെ മുമ്പിൽ ഒരു ഓപ്ഷനും ഇല്ലാതായി മാറി. വെറും കരച്ചിൽ തന്നെ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ കരഞ്ഞതിന് കയ്യും കണക്കും ഇല്ല കേട്ടോ. കിടക്കുന്നതൊക്കെ സമയത്ത് എനിക്കിങ്ങനെ സങ്കടം വന്നിട്ട് കരഞ്ഞിട്ട് എൻ്റെ തലയണ നനഞ്ഞ് കുതിരുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ കരഞ്ഞുറങ്ങിപ്പോയ ദിവസങ്ങളുണ്ട് ഞാൻ. എന്തിനാണ് എന്നെ ഇവരിങ്ങനെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിട്ട്. അവർക്ക് എനിക്ക് വിളിക്കാൻ എൻ്റെ പേര് ജസ്ന എന്നാണ്, ജസിയെ എന്ന് വിളിക്കും. പക്ഷേ ഇന്നും ഇപ്പം ഈ സംസാരത്തിൻ്റെ ഉള്ളിൽ കൂടെ അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ ഞാനൊരു കാര്യവും കൂടി, ഇപ്പം തെളിവാണല്ലോ എല്ലാവർക്കും വേണ്ടത്. എൻ്റെ മൂത്ത സഹോദരിയുടെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം. ഇപ്പോഴത്തതല്ല കേട്ടോ, ഡേറ്റ് സഹിതം ഞാൻ പറഞ്ഞു തരാം. അത്രമേൽ ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നിങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ലോങ് പോകണം, അതുകൊണ്ടാണ്. വെയിറ്റ് ಮಾಡು താണോ? അല്ല. ആളുടെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്നും, അയ്യോ എല്ലാം പോയി. വേറൊരു മെസ്സേജ് വന്നപ്പോൾ ആളുടെ ഫോട്ടോ ഒന്ന് തൊടുമ്പോഴേക്കങ്ങ് പോയി പോകുന്നടേ. ആളുടെ ഫോട്ടോ ഒന്ന് ഇത് ജസ്റ്റ് ഞാൻ മറച്ച്, നിങ്ങൾ കാണുന്നുമില്ലല്ലേ? ഇങ്ങനെ വെച്ചാൽ കാണൂലല്ലോ. ഇതാ ആളുടെ നമ്പറാണ്. മെസ്സേജ് പോയി. കുറേ കാലം മുമ്പല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കേൾപ്പിച്ച് തരുന്നത് തന്നെ. കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഒക്ടോബർ 7 അയച്ചതാട്ടോ. ഒക്ടോബർ നവംബറായത്. ഇതാണ് ഇങ്ങനെ ഞാൻ പിടിക്കുന്നുള്ളൂ. അവൾ ഡേറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആദ്യം വോയിസ് ഒന്ന് ഞാൻ ഇട്ട് തരാം. ടോക്കണ് തരൂ, പിന്നെ എൻ്റെ കൊടുത്ത് കാണിക്കാൻ പറ്റിയേക്കൂ. എൻ്റെ മൂത്ത സഹോദരിയുടെ വോയിസാണ്. ഇനി ഡേറ്റ് ഒന്ന് നിങ്ങൾ നോക്കൂ. ഡേറ്റ് കണ്ടോ? ഒക്ടോബർ 7 അയച്ചതാണ്. അപ്പോൾ ഇപ്പോഴും അവൾ എന്നെ കണ്ണാന്നാണ് വിളിക്കാറ്. ബാക്കി കുടുംബത്തിലുള്ള പലരും ആ വിളി നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അവൾ വിളി നിർത്തിയിട്ടില്ല കേട്ടോ.
അവളിപ്പോഴും കണ്ണാന്നേ വിളിക്കുള്ളൂ. എൻ്റെ പേര് സേവ് ചെയ്ത് വെച്ച് കണ്ണൻ എന്നാണ്. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് കണ്ണാന്ന് വിളിക്കും, അല്ലേ ഉമ്മ ജെസ്സി എന്നാണ് വിളിക്കാറ്. ഉമ്മ വിളിക്കുന്നതിനെക്കാട്ടിലും തോനെ താത്ത മാത്രമേ കണ്ണാന്ന് വിളിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു? അപ്പോൾ കണ്ണാവിളി. അങ്ങനെ എനിക്ക് ഒരുപാട് വിഷമം തന്നപ്പം ഇവൾ അവിടെയും പാര വെക്കൽ തുടങ്ങി, എല്ലായിടത്തും പാര വെച്ച് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഈ പ്രണയകഥൻ്റെ ഒരു കാര്യവും ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ എപ്പോഴാണ് സെപ്പറേറ്റ് ആയത് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ ന്യൂസ് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചോറും കറിയും വെച്ച്. എനിക്കൊക്കെ ഇത്ര മക്കളുണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങളിപ്പം ജസ്ന സലീമിന് 2 മക്കളായിട്ടല്ലേ അറിയപ്പെട്ടത്. അന്ന് 3-4 വയസ്സിൽ എനിക്ക് എൻ്റെ വീട്ടിൽ തീർന്ന പൗഡറിൻ്റെ ടിന്ന് മുഴുവനവും ഞങ്ങളുടെ മക്കളായിരുന്നു. ഇനിയിപ്പോൾ പൗഡറിൻ്റെ ടിന്ന് ഇല്ലെങ്കിലേ നമ്മളെ ഇളനീരുണ്ടല്ലോ, ഇളനീർ കുഞ്ഞായിട്ടുള്ള, ഞങ്ങളുടെ നാട്ടിൽ മൊച്ചിങ്ങ എന്ന് പറയും, ഇവിടെ ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് വെളിച്ചില് എന്ന് പറയും. എന്നുവെച്ചാൽ ഇളനീരിൻ്റെ നേരെ താഴെ ആ ഒരു തൊണ്ട് വിൽക്കാറുണ്ടായിരുന്നു. ആ തൊണ്ടായിരുന്നു ഞങ്ങളുടെ മക്കൾ. അത്രത്തോളം ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ. 4-5 കുട്ടികളുടെ മാതാപിതാക്കളായിരുന്നു ആ കാലത്ത് ഞങ്ങൾ. അപ്പം നഴ്സറിയിലും എല്ലായിടത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാൽ പോലും. അപ്പം 4ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് ഞങ്ങൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് 2-3 പീടികകളുണ്ട്, പലചരക്ക് കടകൾ. അവിടെ നിന്നൊക്കെ ഓരോരുത്തർ ഞങ്ങളെ നോക്കി കളിയാക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയതിപ്പം കുറച്ചും കൂടി ഒരു വിവരം വെച്ചല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഷെയിമേഡായി തോന്നി, ഒരുമിച്ച് നടന്നാൽ ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ അങ്ങ് അത് മാറി പോയതാട്ടോ. ആ 4ാം ക്ലാസ് വരെ അത്ര വരെ പോയിട്ടുള്ളൂ എൻ്റെ ഒരു അറിവിൽ. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് നടക്കൽ തുടങ്ങി 8ാം ക്ലാസ്സിൽ നിന്നാണ്. പിന്നെ 9ാം ക്ലാസ് വെച്ച് എൻ്റെ പഠനം നിർത്തേണ്ടി വന്നു. അങ്ങനെ പിന്നീട് ഞാൻ അവനെ കാണി സംസാരിക്കുക, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മളൊക്കെ പ്രണയിച്ച ഒരാളെ വിവാഹം കഴിക്കുകയായിരുന്നെങ്കിൽ മേ ബി ഞാൻ അവനെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. ഇന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങളങ്ങനെ സ്നേഹിച്ച് നടന്നതായിരുന്നു എന്ന് അവൻ ഓർമ്മയുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അവനതൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന്. പക്ഷെ ഞാനിതൊക്കെ മറന്നു പോയിട്ടില്ല. കാരണം കുടുംബത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തിൽ പോകുമ്പോൾ കുടുംബക്കാരും ചോദിക്കുന്നതാ, ഓൻ എന്തെങ്കിലും ചിലവിന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരോടും ഞാൻ പറയലുണ്ട്, 10 ചോദിച്ചാൽ 20 തരും, 50 ചോദിച്ചാൽ 100 തരും, 100 ചോദിച്ചാൽ 200 തരും, 1000 ചോദിച്ചാൽ അവൻ 500 തരും. അപ്പോഴാണ് ഇവർ ചോദിക്കുക, അതെന്താ അങ്ങനെ? അപ്പം ഞാൻ പറയാം, അതങ്ങനെ അത്രേ ഉണ്ടാവുള്ളൂ. ഈ 1000 ആണോ 500 ആണോ വലുതെന്ന് അറിയില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെയാണ് കണ്ണ എന്നുള്ള പേര് വിളി കിട്ടിയത്. അപ്പോൾ എനിക്ക് വിവാഹാലോചന വന്നു തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഏട്ടത്തി ഓളാള് കുരുത്തക്കേടിൻ്റെ ഉസ്താദാട്ടോ. സലീമിനോട് ഫസ്റ്റ് സൽക്കാരത്തിന് പോയ സമയത്ത് സലീമിനോട് പറഞ്ഞു കൊടുത്തു, അവളെ വീട്ടിൽ കണ്ണാന്നാ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ സലീം ഇത് മനസ്സിലിട്ട് നടന്നു. ഞാൻ കണ്ണ എന്നുള്ളൊരു വിളി, അതേ വിളിച്ചത് സലീമിന് ഓർമ്മയുള്ളൂ. പിന്നെ നിലവിളിയായി, ബഹളായി, പോരേന്നോ എനിക്ക് സൗകര്യം കിട്ടുന്നില്ല. പണ്ടാരെ ഇവിടെ എത്തിയിട്ടു ഈ ഒരു പേര് ഇതെന്നെയും കൊണ്ടേ പോകുമോ എന്ന് ഞാൻ അന്ന് അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം, എന്നെയും കൊണ്ടേ പോയിട്ടുള്ളൂ. അങ്ങനെ ഇക്കാക്ക് ആകെ ഷോക്കായിപ്പോയി. കാരണം കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആഴ്ചയിൽ തന്നെ ഭാര്യ ഇത്രത്തോളം പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ആ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കെ പക്ഷേ മനസ്സിലാക്കിയിട്ട് പോലും അങ്ങേരും ആ പേര് വിട്ടില്ല കേട്ടോ. സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, ഇനി വിളിക്കില്ല എന്ന് പ്രോമിസൊക്കെ തന്നു എനിക്ക്, എന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യത്തെ സുഹൃത്ത് സൽക്കാരം ജയേട്ടൻ്റെ വീട്ടിൽ, എൻ്റെ ഇവിടെ തൊട്ടടുത്താണ്. ജയേട്ടൻ്റെ വീട്ടിൽ പോയി. ചേട്ടനുണ്ട്, ബൈചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫും മനുവേട്ടൻ്റെ വൈഫും ഇവരെല്ലാവരും നിൽക്കൊള്ളേ. കാക്കൊരു വിളി, കണ്ണാന്ന്. കരയാൻ പറ്റുമോ? പറ്റൂല. ചീത്ത പറയാൻ പറ്റുമോ? പറ്റൂല. ആകെ പറ്റെന്താ? കണ്ണുരുട്ടുക എന്നുള്ളത്.
ഒറ്റ നോട്ടം ഞാൻ നോക്കിയേക്ക്. അതിൽ ചിലപ്പം ശിവൻ നോക്കിയിട്ട് ആരെയോ ദഹിപ്പിച്ചു എന്നൊക്കെ ഒരു 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 കഥ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ബേക്കിൽ നിൽക്കണം മക്കളെ. ആ ഒരു നോട്ടം നോക്കിയപ്പോൾ കാക്ക കൂളായിട്ട് പറഞ്ഞു, നിന്നെയൊന്നും അല്ല, ദോ കണ്ണനെയാ, ഒറിജിനൽ കണ്ണനെയാ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. ഒറിജിനൽ കണ്ണനോ? എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്നായി. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? എൻ്റെ ആ ഒരു കാലത്ത്, എൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത്, എൻ്റെ ആ ഒരു ഏരിയയിൽ ഏകദേശം ആ ഏരിയ മുഴുവനായിട്ടെടുത്താൽ പോലും ആ ഏരിയയിലൊന്നും TV എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആകെ ദൂരദർശനമായിരുന്നു കിട്ടാറ്. അല്ലാതെ ഏതെങ്കിലും ദൂരദർശനിൽ തന്നെ എന്താ ഗംഗാമാത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഒരു താമരയിലിരിക്കുന്ന ഒരു പെണ്ണുങ്ങളുടേത്. അത് തന്നെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. അത്ര പോലും അമ്പലത്തിന് ഇപ്പം നമ്മൾ ഈ ദൂരദർശൻ TV-യിൽ സിനിമയൊക്കെ വരുന്ന സമയത്ത് ഈ അമ്പലം ബാക്ക്ഗ്രൗണ്ടോ അതിൻ്റെ ട്യൂണൊക്കെ വരുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ സൈലൻ്റ് ആക്കി കാണണം. അത് കാണാൻ പാടില്ല, ഹറാമാണ്, TV കാണുന്നതിനെക്കാട്ടിലും വലിയ തെറ്റാണ് അതൊക്കെ കാണുന്നത് എന്നൊക്കെ ആയിരുന്നു ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മൾ ഈ ദൈവങ്ങൾ എന്താണെന്ന് പോലും ഞാൻ പരിചയമില്ലാത്ത ഒരാളാണ്. എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് വെച്ചാൽ പറഞ്ഞതിൻ്റെ അതിൽ ഹിന്ദു മതസ്ഥർ കുറവാണ്. ഹിന്ദു മതസ്ഥരുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറാറില്ല. അവരുടെ പൂജാമുറിയൊക്കെ എപ്പോഴും അടിച്ചിട്ടില്ല. തുറന്നിട്ടാലല്ലേ ഇതേത് ദൈവമാണ്, എന്നെ കളിയാക്കുന്നത് ഇന്ന ദൈവത്തിൻ്റെ പേരിലാണ് എന്നൊക്കെ ഒന്ന് അവർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുക അതും ഇല്ല. നമ്മളവിടെ വീട്ടിൽ പോയാലും ഓണത്തിന് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ആ കൊലായിൽ കുത്തിരിക്കുക, അല്ലെങ്കിൽ ഹാളിലേക്ക് പോയിട്ട് സദ്യ കഴിച്ചിട്ട് ഇങ്ങ് പോരുക. പൂജാമുറി എല്ലാവർക്കും അറിയാമല്ലോ, സ്പെഷ്യലായിരിക്കും. അത് ഡോർ അടച്ചിട്ട് ഒരു സംഭവമായിരിക്കും. പിന്നെ അമ്പലം കാണുമ്പം ഒരു ലോങ് സൈഡിൽ ഞാൻ അമ്പലം കണ്ടു തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ സഹോദരിനെ ഇവിടെ എൻ്റെ തൊട്ടടുത്ത് ഉള്ളിയേരിക്കാണ് പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ബസ് പോകുന്ന സമയത്ത് ബാലുശ്ശേരി അതിലേക്ക് ലോങ് സൈഡിൽ നിന്ന് അമ്പലം കാണും. അത്രേ ഞാൻ അമ്പലവും കൂടി കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇക്കാക്കനോട് പറഞ്ഞു, നിന്നെയല്ല ദേ ഈ കണ്ണനെയാണ് വിളിച്ചത്. ഞാൻ ആകെ ഷോക്കായി. ഇത് കണ്ണനോ? ഇതൊരു കുഞ്ഞു വാവയല്ലേ എന്ന് ചോദിച്ച്. അപ്പം എന്നോട് തന്നെ, ആ മോളെ കുഞ്ഞു വാവയാണ്, ആ കുഞ്ഞു വാവേനെയാണ് എല്ലാവരും കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പം എനിക്ക് എന്തോ ഒരു വിഷമം തോന്നിയിട്ടോ. അന്ന് 10-17 വയസ്സേ ഉള്ളൂ എനിക്ക്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, അന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അന്നൊപ്പം ഓർത്തതെന്ന് വെച്ചാൽ ഒരുപാട് രാത്രികളിൽ ഞാൻ ഈ കണ്ണൻ്റെ പേരിൽ കരഞ്ഞുറങ്ങിയ രാത്രിയുണ്ട്. എന്തിനെന്നെ കണ്ണാ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിയ ആ ഒരു നാളുകളെ ഞാൻ അറിയാതെ ഓർത്ത് കണ്ണിന്ന് വെള്ളം വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കരയുന്നതല്ല? അപ്പം കാക്ക പറഞ്ഞു, ഓള ആദ്യമായിട്ട് കണ്ണനെ കണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കാക്കനോട് തന്നെ സോറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോറി കാക്കേ, എനിക്കറിയില്ലായിരുന്നു ഇതാണ് കണ്ണന് എന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഈ നമ്മൾ ജാതിയൊന്നും പറയാൻ പാടില്ല, എന്നാലും പറയാം, ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെ പറമ്പൊക്കെ കൊത്താൻ വരാറ്. അപ്പോൾ അവരുടേത് കണ്ണൻകുട്ടി നായർ, കൃഷ്ണൻകുട്ടി നായർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ പേര് നായരെന്ന് കിട്ടുന്നില്ല കേട്ടോ, കൃഷ്ണൻകുട്ടി, കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബേസിലായിരുന്നു എന്നെ വിളിച്ച് കളിയാക്കിയതെന്നു അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏത് ബേസാണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ള ഇന്നും അവർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എന്തിനാണ് അവരെന്നെ അങ്ങനെ വിളിച്ചതെന്നുള്ള ഇന്നും അവരോടും മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉമ്മാമനോടും ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഉമ്മാമനെ കണ്ടപ്പോൾ എന്തിനാണ് എന്നെ കണ്ണാ എന്ന് വിളിച്ചതെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അടുത്ത വരവിന് ചോദിക്കാം. ആളിപ്പോൾ ആകെ ഡൗൺ ആയി കിടക്കുക, അടുത്ത പ്രാവശ്യം ചോദിക്കുക, എനിക്കൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. യൂട്യൂബ് ചാനലൊന്നും ഇല്ല കേട്ടോ, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേ ചോദിക്കാൻ എനിക്കൊരു അവസരവും തന്നില്ല. ആൾ മരണപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അവർ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കാം
താഴ്ന്ന കാസ്റ്റിനെയൊക്കെ അതൊക്കെ വെച്ചിട്ടാണോ എന്നെ അങ്ങനെ വിളിച്ചിരുന്നത് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറയാം, എന്തിനാണ് വിളിച്ചതെന്നുള്ളത് ഇതുവരെ എനിക്കറിയില്ല. അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാൽ പിന്നീട് ഇവിടുത്തെ ഉമ്മാക്കൊരു സ്വഭാവമുണ്ട്. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ച് വളർന്നത് ഒരുപാട് മുസ്ലിംസ് ഉള്ള തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. അതും എന്ന് വെച്ചാൽ ഒക്കെ കുടുംബത്തിലുള്ള ആൾക്കാർ, വാപ്പ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഫുള്ള്. ഞാൻ വിവാഹം കഴിച്ച് വന്നെടുത്തെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ പള്ളിയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടിൻ്റെ തൊട്ട് മുമ്പിൽ അമ്പലമാണുള്ളത്. അപ്പോൾ എൻ്റെ അമ്മായിയമ്മക്കൊരു സ്വഭാവമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചോറ് ഊണ് കഴിഞ്ഞാലേ ഒന്ന് കറങ്ങാൻ പോവും എന്നെയും കൂട്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്തൊക്കെ നമ്മൾ ഈ തുളസി പറിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ വീട്ടിൽ തന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്തോ ഒരു മാതിരിയായിരുന്നു. മോളെ ഒന്ന് കഴിഞ്ഞിട്ട് എന്തോ ഒരു മാതിരിയായിരുന്നു എനിക്ക്. എന്താ വെച്ചാൽ നിലക്ക് ഇങ്ങനെ ചാണകം മെഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാണകത്തിലൂടെയൊക്കെ ചവിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു, ഞാനിതൊന്നും അറിഞ്ഞോ അനുഭവിച്ചും വളർന്ന ഒരാളല്ലല്ലോ. എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേറ്റായിട്ട് പോലെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ ഞാൻ ചായ തരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം വേണ്ട. കാര്യം എന്താ വെച്ചാൽ ഈ എൻ്റെ മൂത്ത സഹോദരി ഹിന്ദു മതസ്ഥരുടെ വീട്ടിൽ നിന്നും വെള്ളം ഒന്നും അങ്ങനെ മേടിച്ച് കുടിക്കുന്ന ഒരാളൊന്നും അല്ല. അവൾ കുറച്ചൊരു അങ്ങനത്തെ ഒരു രീതിയിൽ, അത് വിശ്വാസത്തിൻ്റേതാണോ അവിശ്വാസത്തിൻ്റേതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവളങ്ങനെ വേറൊരു മതസ്ഥരുടെ വീട്ടിൽ പോയിട്ടൊരു വെള്ളം കുടിച്ചതുപോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉള്ളത് പറയുന്നതിന് എന്താ. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ ആകെ അടുത്ത വീട്ടിൽ ഈ പറഞ്ഞതുപോണം എപ്പോഴെങ്കിലും വിഷുവിനോ ഓണത്തിനോ എന്തെങ്കിലും സദ്യ ഉണ്ടെങ്കിൽ അവരുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഒന്ന് പോയി കഴിക്കുക. അത് ഞാനും കഴിക്കും, എൻ്റെ രണ്ടാമത്തെ സഹോദരിയും കഴിക്കും, വാപ്പയും കഴിക്കും, ഉമ്മയും അവളും കഴിക്കൂല കേട്ടോ. അതെന്തുകൊണ്ടാണെന്നുള്ളോ എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല പറഞ്ഞു തരാൻ. അപ്പോൾ ഇവിടെ ചാണകമൊക്കെ മെഴുകിയ വീടാണെങ്കിലും അപ്പോൾ എന്നോട് ചായയൊക്കെ തരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ അവിടെ കണ്ണൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കണ്ണൻ്റെ ഫോട്ടോ എന്ന് തന്നെ അമ്മായിയമ്മൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തായെന്ന് ചോദിച്ച്. അല്ല, ഞാൻ പറഞ്ഞു കണ്ണൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് രാധേച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീടുണ്ട്. രാധേച്ചിയുടെ മകളെ വിവാഹം കഴിച്ചെടുത്ത് എന്തോ ഒരു മരണത്തിനാണെന്ന് തോന്നുന്നു ഞാൻ പോയത്. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടിയ അവിടെ ഒരു കണ്ണനെ കണ്ടു. കുമ്പിട്ടിട്ട് ഒരു അരയിൽ അരഞ്ഞാണൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കുമ്പിട്ട് ലഡു എടുത്ത് കഴിക്കുന്ന ഒരു കണ്ണന്. അപ്പോൾ ആ കണ്ണനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയേ. ഞാൻ കാക്കയെന്ന് ചോദിച്ച് കാക്കനെ തപ്പുക. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, പക്ഷെ ഞാൻ തപ്പുന്നത് എൻ്റെ ഭർത്താവിനെയാണ്. എന്തിനെന്നറിയോ? കണ്ണനെ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഞാൻ പിടിച്ചെല്ലാം കൂടി തപ്പി പിടിച്ച് കാക്കനെ കൊണ്ട് വന്ന് കാക്കനെ ആത്തേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുവരാം. എന്നോട് ചിന്തേതാ ജെസ്സിയെന്ന് ചോദിച്ച്. അവന് ദേ കാക്കെ കണ്ണൻ. അവനോട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജെസ്സിയെന്ന് ചോദിച്ച്. അങ്ങനെ സത്യമായിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജെസ്സിയെന്ന് ചോദിച്ച്. അവൻ അല്ലേ കണ്ണനെ കണ്ടപ്പോൾ കാണിച്ചു തന്നതാണ്. കാരണം കണ്ണനോടുള്ള വെറുപ്പോ വിദ്വേഷമോ ഇതൊക്കെ എനിക്ക് പോയി കിട്ടി. ഒരു കുഞ്ഞു കുട്ടിയല്ലേ ഈ സംഭവം. അങ്ങനെ ആണ് ഞാൻ എൻ്റെ തറവാട് വീട് പൊളിക്കുന്ന ഒരു സാഹചര്യം വന്നതും ഞങ്ങളൊരു ഷെഡ് വെച്ച് താമസിക്കുന്നതും അവിടെ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിക്കുന്നതും. അപ്പോൾ ഗർഭം ധരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം കഷ്ടിച്ച് ഞാൻ പോയി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫസ്റ്റിൽ അവർ സ്റ്റിച്ചിങ് കാര്യങ്ങൾ എല്ലാം ഹാൻഡ് വർക്കും കാര്യങ്ങളും മുത്തുപിടിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുക. അതിൻ്റെ ഒരു റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അവർ ഇങ്ങനെ വരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പം അവിടെ ഒരു താത്ത കുട്ടി
ഒരു കണ്ണന ഗ്ലാസ് പെയിൻ്റായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. എനിക്കോ ഈ കണ്ണൻ എവിടെ കണ്ടാലും നോക്കിയില്ലേ എനിക്കന്ന് സമാധാനം കിട്ടൂല. അപ്പം ഞാൻ താത്തനോട് തന്നെ, താത്തേ ആ ഫോട്ടോ ഒന്ന് ഞാൻ കാണട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പത്തി എന്താ വിചാരിച്ച്, ഞാനത് കോപ്പി അടിച്ച് അത് ഈ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഔട്ട്ലൈൻ ഇട്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യുമെന്ന് പേടിച്ചിട്ട് മൂപ്പത്തി കാണിച്ചു തന്നില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തതിൻ്റെ മാതിരിയായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. കാരണം ആ കണ്ണനെ മാത്രമേ ഞാൻ കാണാത്തുള്ളൂ എന്നെനിക്ക് പറയാം. എനിക്ക് അവർ കാണിച്ചു തന്നില്ല. ആ താത്തക്ക് ഇത് കേൾക്കുന്നുണ്ടേ താത്തക്ക് ഓർമ്മ നിങ്ങളോട് പടച്ചോൻ ചോദിക്കും, എന്ത് കണ്ണനെ കാണിച്ചു തരാത്തേ. അങ്ങനെ അതും കഴിഞ്ഞ് എനിക്ക് അപ്സ്റ്റെയറിലായിരുന്നു കേട്ടോ എൻ്റെ ക്ലാസ് വന്നത്. അപ്പോഴേക്കും ഞാൻ ഗർഭിണിയായി എന്നുള്ള വിശേഷ വാർത്ത വന്നു. കാരണം എന്താ വെച്ചാൽ അപ്പോഴത്തേക്കും എനിക്കൊരു 2-3 പ്രാവശ്യം ഞാൻ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. അബോർഷനായി പോവുകയാണ്. ഗർഭം ധരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അബോർഷൻ വന്നതുകൊണ്ട് പിന്നീട് ചാൻസ് കുറവാണെന്ന് പറഞ്ഞ് പിന്നെ കോഴിക്കോട് മിംസ് കാണിച്ച് ഡോക്ടറെ നിർദ്ദേശപ്രകാരമൊക്കെ കഷ്ടപ്പെട്ട് ഒക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ഞാൻ ഗർഭിണിയായതെന്ന് കൂട്ടിക്കോളി. അപ്പോൾ ഗർഭം ധരിച്ചതെന്ന് കേട്ടപ്പം പറഞ്ഞു ഇനി നീ പോവണ്ട, സ്റ്റെപ്പ് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് അത്യാവശ്യം നടക്കുന്നതിനൊന്നും വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഞാനൊരു കണ്ണനെ ചോദിച്ചിട്ട് അവർ കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. കുട്ടി എൻ്റെ വിഷമം കണ്ടിട്ട് ഒരു വലിയൊരു പേപ്പറിൽ കണ്ണനിങ്ങനെ ഓടക്കോയിലൊക്കെ വായിച്ച് നിൽക്കുന്ന ഒരു എന്താ പറയുക ഫോട്ടോ വരച്ച് എനിക്ക് കൊണ്ടുവച്ച് കാണിച്ചു തന്നു. എന്നിട്ട് എനിക്ക് സമാധാനം, എനിക്ക് അതെന്തായിരുന്നു എന്നറിയാനായിരുന്നു ആകാംക്ഷ. അങ്ങനെ ഇരിക്കെ ഷെഡിലാണ് താമസം. ഷെഡ് താമസമായ സമയത്ത് ഷെഡിൽ മരപ്പടി ആയിട്ട് പഴയ വീടിൻ്റെ വാതിപ്പടിയായിരുന്നു വെച്ചത്. അപ്പോൾ വാതിപ്പടി കയറി ഇങ്ങോട്ട് ഇറങ്ങണം ഷെഡിൻ്റെ അകത്തേക്ക്. ആ കയറലും വേക്കോട്ടൊരു മറിച്ചിലും ഇക്കാക്ക വയറ് അങ്ങ് മുറുക്കങ്ങ് പിടിച്ചു. ഞാൻ നിലത്ത് വിൽക്കരുത് എന്ന് കരുതിയിട്ടാണ് മൂപ്പര് പിടിച്ചത്. ആ പിടുത്തങ്ങ് റെഡി ആയില്ല. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തുരുതുരാന്ന് പറഞ്ഞിട്ട് ബ്ലീഡിങ് പോവുക. കാക്ക ആകെ ടെൻഷനായിപ്പോയി. പെട്ടെന്ന് വണ്ടി എവിടെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലടോ. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ നീ വാ, 2 വീലറെങ്കിൽ 2 വീലർ, നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കോഴിക്കോട് മിംസ് വരെ ഈ 2 വീലറിൻ്റെ മുകളിലാട്ടോ കൊണ്ടുപോയത്. നിങ്ങളൊന്ന് നോക്കണം, ബ്ലീഡിങ്ങുള്ള ഒരാളെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അന്ന് ആംബുലൻസ് വിളിച്ചാൽ പോരേന്ന് നിങ്ങളൊക്കെ ചിന്തിക്കും. അന്ന് അതൊന്നും ഓടിയില്ല. മോനെ മുമ്പിൽ വെച്ച് കാക്കം പതിയെ മിംസിലേക്ക് പോയി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലാണ്, ഇനി ഈ കുട്ടി അനങ്ങാൻ പാടില്ല, ഈ കുട്ടി നടക്കുന്ന ഈ കുട്ടി പോലും അറിയരുത് എന്ന് പറഞ്ഞു. അത്രയ്ക്ക് കുട്ടീനെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കാലിക്ക് തലയണയൊക്കെ വെച്ചിട്ട്, എല്ലാവരും തലക്കാ തലയണ വെക്കുക, ഇനി ഞാൻ കാലിക്കൈയും തലയണ വെക്കൽ. കാലിക്ക് തലയണയൊക്കെ വെച്ചിട്ടൊക്കെ കിടക്കുന്ന ഒരു സമയം. എവർലാക്സിൻ്റെ ഷീറ്റായിരുന്നു കേട്ടോ അന്ന് നമുക്ക് ഷെഡ് കെട്ടിയത്. ഒടുക്കമത്തെ ചൂട്, അതും ഫുള്ള് മണ്ണെടുത്തൊരു പറമ്പ്, ഒരു തണൽ മരം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത്. അങ്ങനെ ഈ ഒരു ഷെഡ് ആണ് നമുക്കുള്ളത്, ആകെ ഒരു തണൽ എന്ന് പറയാൻ. ആ ഷെഡിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാലോ ഉച്ച കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത ചൂടും. അപ്പോൾ ഇക്കാക്ക എന്താക്കി, ഒരു തകർപ്പായി വാങ്ങിയിട്ട് പുറത്തേക്ക് കെട്ടിയിട്ട് അവിടെ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിലിട്ട് തന്നു. ബെഡൊന്നും ഇല്ല കേട്ടോ, കട്ടിലിട്ട് തന്നു. ഒന്ന് കാറ്റ് കൊണ്ടോട്ടെ എന്ന്. കാരണം നല്ല കാറ്റാണ്, 12 മണി കഴിഞ്ഞാൽ അടിപൊളി കാറ്റാണ് പുറത്തിറങ്ങിയിരിക്കാൻ. പക്ഷേ തണൽമരമില്ലാത്തത് കൊണ്ടാണ് ഈ ഷീറ്റ് വലിച്ചു കെട്ടി തന്നത്. പക്ഷേ ഉച്ചക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഷീറ്റിൻ്റെ ചൂടും കൂടി ഉണ്ടാകുമല്ലോ. അങ്ങനെ ഇവിടെ വീട് പണി പടവ് കഴിഞ്ഞു. വാർപ്പായിരുന്നു. വാർപ്പിനുള്ള പലകയൊക്കെ അടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ ഒന്നല്ല, 10-13 വർഷങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ വാർക്കുന്നതിൻ്റെ മുമ്പ് അവർ പേപ്പർ വിരിക്കുന്നൊരു ചടങ്ങുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ പേപ്പർ വിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് അട്ടിക്കൊക്കെ അങ്ങനെ പേപ്പർ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാധേച്ചിൻ്റെ അവിടെ ആ മരിച്ച വീട്ടിൽ പോയപ്പം കണ്ട
സെയിം കണ്ണൻ തന്നെ ലഡു എടുത്ത് കഴിക്കുന്നതാണ്. അവിടുത്തെ കണ്ണനെന്ന് വെച്ചാൽ ഡ്രസ്സൊന്നുമില്ലായും അരഞ്ഞാണം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ ഈ കണ്ട കണ്ണൻ എന്ന് പറയുന്നത് ഡ്രസ്സ് ഇട്ടിട്ട് ലഡു എടുത്ത് കഴിക്കുന്ന ഒരു കണ്ണനായിരുന്നു. ലഡു നിറച്ച് ലഡു ലഡു കയ്യിലുമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും ഞാനങ്ങ് വരച്ച് നോക്കിയാലോ, വേറെ എന്തെങ്കിലും പണി വേണ്ടേ. മോനെ അന്ന് LKG UKG അങ്ങ് പഠിക്കാൻ പോകുന്ന കാലമാണ്. അപ്പോൾ ഓൻ്റെ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഞാനിത് വരച്ച് പണിക്കാർ ഓല വഴിക്ക് പോയി. കാക്ക പണിയും കഴിഞ്ഞ് വന്ന് ഞാൻ ടൺടടേന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത്. കാക്ക ആകെ ഷോക്കായിപ്പോയി. അവൻ ഞാൻ മോളെ വരച്ചതൊക്കെ സൂപ്പറായിക്കേ, പക്ഷെ എൻ്റെ പൊരക്കാർ കാണണ്ട എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ ഭാഷ തന്നെ ഞാൻ പറയാം. എൻ്റെ അമ്മവും കാണണ്ട, എൻ്റെ തലവെട്ടി കൈ പിടിപ്പിക്കും മൂപ്പരെന്ന് പറഞ്ഞ്. അന്ന് അതും ശരിയാണല്ലോ, അമ്മൂനെ പേടിയാണേ. അമ്മൂന് തലേ തട്ടിട്ടിട്ടില്ലേ ചീത്ത പറയുന്ന അമ്മോനാണ്. പക്ഷെ ഒരു കാലത്ത് തന്നെ നല്ലോണം കൊണ്ടുവന്നിടുന്നീന്നു കേട്ടോ എൻ്റെ അമ്മൂന്. നമ്മൾ കുറ്റം മാത്രം പറഞ്ഞിട്ടും കാര്യമല്ലല്ലോ, നല്ലത് തന്നെ പറയണമല്ലോ. പണ്ട് ചെറുതിലെയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിലൊക്കെ ലീവൊക്കെ ആകുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ബൈക്കിൻ്റെ മുകളിൽ രാത്രി കൊണ്ടുപോകുകയും എന്നിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് തരികയും അതേപോലെ ഒരിക്കൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സർപ്രൈസായിട്ട് പാദസരമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അമ്മോനാട്ടോ. അപ്പം അമ്മോനെ ഭയങ്കര പേടിയാണ്. അപ്പം ഇങ്ങോട്ട് തന്നെ അതങ്ങ് നശിപ്പിച്ചാളെ മോളെ, എന്തിനാണ് ഇനി വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ എന്ന് പറഞ്ഞ്. അപ്പം എനിക്കെന്തോ ഒരു വിഷമം. കണ്ണൻ കാണാൻ ഒറ്റ നോട്ടത്തിൽ കണ്ണനൊക്കെ തന്നെയാണ്, പക്ഷെ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, പല പ്രശ്നങ്ങളും അതിൽ കാണും. മൂക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, കണ്ണിങ്ങനെ ആയിരിക്കും, വാ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ മനക്കാക്കിയ ഒരു കാര്യം ചെയ്യും, നിങ്ങളിതൊന്ന് എനിക്ക് ഫ്രെയിം ചെയ്തുകൊണ്ടാ നമ്മൾ ശങ്കരേട്ടന് ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ്. അപ്പം എന്നോട് തന്നെ പൊന്നാര ജെസ്സി എന്നോട് അടങ്ങി കുത്തിരിക്കാനല്ലേ പറഞ്ഞത്, ഞാൻ വേണേൽ എനിക്ക് ഫ്രെയിം ചെയ്ത് കൊണ്ടുതരാം, ഞാൻ അടങ്ങിയൊന്നും ഇവിടെ കുത്തിരി തന്നാൽ മതി എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ നല്ല കാക്കി, ആദ്യമായിട്ട് വരച്ച ഒരു ഫോട്ടോ അല്ലേ, ശങ്കരേട്ടൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്, നമുക്കൊന്നും വരൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാക്കനെ സോപ്പടിച്ച്. കാക്ക അന്ന് ചിലപ്പോൾ കാക്കനൊരു 4-5 സൈക്കിളെങ്കിലും ഓവർടേക്ക് ചെയ്ത് ഉണ്ടാവേണ്ടതാണ്. അത്രയും പതിയെ എങ്ങനെയൊക്കെയോ എന്നെ ശങ്കരേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിച്ച്. അന്ന് ശങ്കരേട്ടൻ്റെ അമ്മ ഉള്ള സമയത്താട്ടോ. അപ്പം ഞാൻ ശങ്കരേട്ടന് ഫോട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്ത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് മോൾക്കും ഉണ്ടാവുന്നത് കണ്ണനാന്ന്. അമ്മക്ക് പിന്നെ അങ്ങനെയല്ലേ, ഹിന്ദു മതസ്ഥരങ്ങനെയല്ലേ പറയാ, അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അമ്മ കണ്ണനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ഈ ആങ്കൊച്ചായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കേട്ടോ ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ശങ്കരേട്ടന് ഫോട്ടോ ഞാൻ ഗിഫ്റ്റ് ചെയ്തു. അവിടെയാണ് ഈ ലോകം അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയുടെ കഥ തുടങ്ങുന്നത്. അവിടുന്ന് ശങ്കരേട്ടനെന്ന് വെച്ചാൽ അമ്പലത്തിലെ കർമ്മിയാണ്. ഈ പൂജകളും ബാധ ഒഴിപ്പിക്കലും അങ്ങനത്തെ പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ശങ്കരേട്ടൻ ചെയ്യാറുണ്ട്. പക്ഷേ ശങ്കരേട്ടന് കുഞ്ഞുങ്ങളൊന്നുമില്ല, കുറച്ച് ഏജും ആയിട്ടുണ്ട്. പല ട്രീറ്റ്മെൻറ്റുകൾ ശങ്കരേട്ടനും വൈഫും എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ശങ്കരേട്ടൻ്റെ വൈഫ് ഗർഭിണിയായി. അപ്പോൾ ഇവരുടെ മതപ്രകാരം തന്നെ ഇവരുടെ തന്നെ കുടുംബത്തിലൊരു ജ്യോത്സ്യരുടെ അടുത്ത് പോയതാണ്. ഏത് കുഞ്ഞ് ഒന്നും സംഭവിക്കാതെ ആയുസ്സോടെ ആരോഗ്യത്തോടെയും കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കേട്ട് ഞാൻ ശങ്കരേട്ടൻ്റെ ആൾക്കാർ ഈ രാശിയോ എന്തോ നോക്കിയിട്ട് പറഞ്ഞെന്താ വെച്ചാൽ, ഈ കുട്ടി നിങ്ങൾക്ക് വിധിച്ചതാണ്, നിങ്ങളുടെ വീട്ടിൽ ദൈവസാന്നിധ്യം കാണുന്നുണ്ട്, എന്തെങ്കിലും കർമ്മങ്ങളോ കാര്യങ്ങളോ കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു പ്രത്യേകിച്ച് കർമ്മങ്ങളും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ളൊരു മുസ്ലിം കുട്ടി ഒരു കണ്ണനെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കണ്ണനെ കൊണ്ടുവന്നപ്പോൾ കണ്ണൻ നല്ല അടിപൊളി കണ്ണനും നമ്മുടെ പൂജാമുറി പറ്റ മോശമായിരുന്നല്ലോ. പൂജാമുറിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കി കണ്ണനെ വെച്ചപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് വിളക്ക് കത്തിക്കാന്ന് പറഞ്ഞ് അങ്ങനെ വിളക്കൊക്കെ കത്തിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അതിൻ്റെ ഐശ്വര്യമായിരിക്കും എന്ന് പറഞ്ഞു. അത് അവരങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ ജ്യോത്സ്യർ ഇത് വിട്ടില്ല. ജ്യോത്സ്യർ രാജേഷ് ഏട്ടൻ എന്ത് തോന്നിച്ചാൽ അവളുടെ പേരും നാളും കിട്ടുമെന്ന് ചോദിച്ചു.
അപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു ഓളെ വിളിച്ചാൽ കിട്ടുമോ ഒക്കെ അറിയുമെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൂലം നക്ഷത്രക്കാരിയാണെന്ന് പറഞ്ഞു. അതിനൊരു സമയം ജനിച്ച സമയമൊക്കെ ചോദിച്ചു. അങ്ങനെ ഇവരെന്തോ കഴിഞ്ഞ ജന്മത്തിലൊരു കഥ പറഞ്ഞു. ആ കഥ ഞാൻ ഇവിടെ പറയുന്നില്ല, പറഞ്ഞാലിപ്പോൾ കുരു പൊട്ടും മുസ്ലിംസിന്. എന്ത്, കഴിഞ്ഞ ജന്മത്തിൽ ഏതോ മുസ്ലിംസിനെ സഹായിച്ചതിൻ്റെ പേരിൽ എന്താ വൃഷ്ടോ അങ്ങനെ എന്തോ കൽപ്പിക്കപ്പെട്ട് പുനർജന്മമാണോ മുസ്ലിമായിട്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇത് കേട്ടിട്ട് എത്ര ആൾ കരി വെടിവെക്കാൻ വരുമെന്നുള്ളത് കർത്താവിനെ അറിയുള്ളൂ കുഞ്ഞുങ്ങളെ. ഞാൻ ഓക്കെ ദേ കേട്ടു, ദേ ഇറക്കി. കാക്കനോട് പോലും പറയാൻ നിന്നിട്ടില്ല ശങ്കരേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ശങ്കരേട്ടൻ ഈ പറഞ്ഞതൊക്കെ വിശ്വാസമുള്ള ആൾക്കാർക്ക് എന്നും വിശ്വാസികൾ തന്നെയാണല്ലോ. അവർക്ക് മാറ്റാൻ പറ്റുമല്ലോ അല്ലേ. എത്ര കാലം കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും വിശ്വാസികൾ എന്നും വിശ്വാസികൾ തന്നെയാണ്. അങ്ങനെ ശങ്കരേട്ടൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കൽ തുടങ്ങി. നിങ്ങൾക്ക് കാണണോ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മുസ്ലിം കുട്ടി വരച്ചൊരു ഫോട്ടോ? അപ്പോൾ അവർ ചോദിക്കും, മുസ്ലിം കുട്ടി കണ്ണനെ വരയ്ക്കേ, അതും പൂനൂരുള്ളൊരു കുട്ടി? അപ്പം അവർക്കത് കാണണമെന്നായി. അപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ രാകേഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫോട്ടോ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ആ കുട്ടിയുടെ നമ്പർ ഒന്ന് തരുമോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, എനിക്കൊരു ഫോട്ടോ വരച്ച് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓക്കെ എന്നെ വിളിച്ച സമയത്ത് എനിക്കൊരു പണിയുമില്ല. വിരലുകൾ എണ്ണിത്തീർന്ന്, കാലിൻ്റെ വിരലുകൾ എണ്ണിത്തീർന്ന്, ഈ തലയണയിലുള്ള ഈ ഉന്നൊക്കെ പറിച്ച് കഴിഞ്ഞ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പണിയും എടുക്കരുത്, കാല് നീട്ടിയിട്ട് കുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കാനാ, ഭക്ഷണം വരെ കാക്കിയാൽ വെക്കുക. അപ്പോൾ ഒരു ടൈം പാസ്റ്റ് അല്ലേ, ടൈം പാസ്റ്റ് എന്നല്ലേ പറയാം, അങ്ങനെ. അപ്പോൾ ഞാൻ വരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഓർഡറായി. കക്കെ പെയിൻറ്റ്, ബ്രഷ്, ഇന്ന സാധനം അന്നത് ഇന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ കളറൊക്കെ മിക്സ് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ല. അന്നൊക്കെ യൂട്യൂബിൽ നോക്കണമെന്നോ യൂട്യൂബ് ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്കറിയില്ല. എനിക്കൊക്കെ അന്നൊക്കെ ഈ നായി ഓടിയാൽ കൂടെ എറിയാനുള്ളൊരു ഫോണായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ തന്നെ അനീഷേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, എടാ അനീഷ് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നതാണ്, ഓനോട് ചോദിച്ചു നോക്ക് എങ്ങനെയാണ് കളറ് മിക്സ് ചെയ്യുന്നതെന്നുള്ളതെന്ന് ചോദിച്ച്. അപ്പോൾ അനീഷേട്ടൻ്റെ അടുത്ത് പോയപ്പം അനീഷേട്ടൻ ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു തന്നു. ചുവപ്പ് കറുപ്പ് എടുത്താൽ മെറൂണായി, വെള്ളം എടുത്ത് ഇതാക്കിയാൽ പിങ്കായി എന്നൊക്കെ. ഞാനിതിങ്ങനെ കുറേ കേട്ട് നിന്ന് ഞാനിങ്ങനെ തരുത്ത് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, നടക്കൂല അനീഷേട്ടാ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെയും വന്ന് തുടങ്ങി, കറുപ്പ് എടുത്ത് ഞാൻ മറ്റേ ചുവപ്പിലേക്ക് ഇട്ടാൽ അത് മെറൂണായി, വെള്ളം എടുത്ത് മഞ്ഞയിലേക്ക് ഇട്ടാൽ അതാ ഈ കളറായി പെട്ടില്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? ഒടുക്കം ഞാൻ എന്താക്കി, ഞാൻ തന്നെ സാധനങ്ങൾ മേടിക്കാൻ പോക്ക് തുടങ്ങി. ആദ്യം കൊയിലാണ്ടിയാണ് കേട്ടോ പോക്ക് തുടങ്ങിയിട്ട് എന്താക്കി, എല്ലാ കളറും ഓരോന്നിങ്ങെടുത്ത് അതുമ്മൽ പറ്റുന്നതായിട്ട് ചെയ്യുക. മിക്സ് ചെയ്യുന്ന പരിപാടി ഇല്ല എന്നാണ്. പിന്നെ മിക്സ് ചെയ്യേണ്ട ഒരു സംഭവം സ്കിൻ കളറായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് വൈറ്റിൽ കുറച്ച് മെറൂണ് റെഡ് കളറൊക്കെ കൂട്ടി എടുക്ക്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പഠിപ്പിച്ച് തന്നു. ഇങ്ങനെ വിളിക്കുക, അനീഷേട്ടാ ഇവന് ഞാനിവിടെ കുത്തിരിന് 12 മണിക്ക് 1 മണിക്കൊക്കെ ഇവിടെ വരയ്ക്കും. അവിടെയൊക്കെ കോള് വരും. എന്നിട്ട് കാക്കനോട് എനിക്ക് സെലീം എൻ്റെ ഓളിഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കുമോ എന്നൊന്ന് ചോദിക്കുകയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈറ്റ് കളറാണ്, അത് ബ്ലൂയിലേക്ക് കുറച്ച് തോനെ വൈറ്റ് ഒഴിച്ച് കൊടുത്താൽ അത് ലൈറ്റായി എന്നൊക്കെ പറഞ്ഞൊക്കെ പഠിപ്പിച്ചൊക്കെ തന്നു. അപ്പം ഞാൻ അന്നും ഇന്നും എന്താ ചെയ്യുന്നത്, ഒരു എല്ലാ മോഡൽ കളറ് മാക്സിമം എത്ര കളറുണ്ടോ ആ കളറൊക്കെ ഇങ്ങ് എടുത്തിട്ട് അതുമ്മൽ ഞാൻ വരയ്ക്കൽ തുടങ്ങി. അങ്ങനെ ഈ ഫോട്ടോക്ക് ആ ഫോട്ടോയും കൊടുത്തു, അവർ വീട്ടിൽ വന്ന് മേടിച്ചു, അടുത്തതും കൊടുത്തു. ഇവരൊന്നും പൈസ തരുന്നില്ല കേട്ടോ. ഞാനായിട്ട് ചോദിക്കാനും പോകുന്നില്ല, എനിക്ക് സമയം പോക്ക്. കാക്കയോ നയിച്ച് ഞാൻ വൈകുന്നേരം ലിസ്റ്റ് ഇട്ട് കൊടുക്കും. ഒരു പെയിൻറ്റിന് 20 ഉറുപ്പ്യ അന്ന്, 10 എണ്ണം വാങ്ങിയാൽ 200 ആയില്ലേ, പോയില്ലേ കഥ. പിന്നെ ഫ്രെയിം ചെയ്യാനുള്ള പൈസ, ഇതെല്ലാം കൂടി ആയിട്ട് അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ
ഫ്രീ ആയിട്ട് അതും ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് കേട്ടോ, വെണ്ണക്കണ്ണനൊന്നുമല്ല. അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കലും തുടങ്ങി. കാക്ക പറഞ്ഞ് നിർത്തിക്കോ, ഇനി വരയ്ക്കണ്ടെന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ, എന്നാൽ പറയുമ്പോൾ കേൾക്കല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, നമ്മൾ രാകേഷ് ഏട്ടൻ്റെ വീട്ടിലൂടെ ഒന്ന് പോവുക, രാകേഷ് ഏട്ടനൊരു ഫോട്ടോ വരച്ചു കൊടുക്കുക, എന്നതിന് ശേഷം ഞാൻ നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ രാകേഷ് ഏട്ടൻ്റെ വീട്ടിൽ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയും കൊണ്ട് ഞാൻ കാണാൻ പോയി. എന്നെക്കുറിച്ച് അത്രയും പ്രവചിച്ച ആളെ കാണാൻ പോകണല്ലോ ഞാൻ. രാജേഷ് ഏട്ടൻ്റെ വീട്ടിൽ ഹാളിൽ ഒരു മറ്റേ കലണ്ടർ പോലെ വെണ്ണ കഴിക്കുന്ന കണ്ണനെ കണ്ട് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഹാർട്ടിന് തൊട്ട പോലെ തോന്നി. അപ്പം ഞാൻ ഈ ഫോട്ടോ അവർക്ക് മനസ്സറിഞ്ഞ് കൊടുക്കുന്നതിനെക്കാട്ടിലും എൻ്റെ മനസ്സ് അവിടെയായിരുന്നു. ഞാൻ ഈ ഫോട്ടോ കൊടുത്തു. ഞാൻ ചെറിയൊരു ഫോട്ടോ കേട്ടോ അന്ന് കൊടുത്തത്, കുഞ്ഞൊരു ഫോട്ടോ. അപ്പോൾ ഞാൻ രാജേഷ് ഏട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാനൊരു കണ്ണനെ തന്നു, തിരിച്ചെനിക്കൊരു കണ്ണനെ തരുമോ എന്ന് ചോദിച്ചു. ആളാകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. എന്താണെന്ന് ചോദിച്ചു. അല്ലതെ ഈ കാണുന്ന ഈ ഫോട്ടോ എനിക്ക് തരുമോ, ഞാനിതൊന്ന് വരച്ച് നോക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് വരച്ച് വീട്ടിൽ കൊണ്ട് തരുമെന്ന് പറഞ്ഞു. അപ്പം കണ്ണൻ അങ്ങനെ ഒരു കണ്ണനെ ഐതിഹ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കണ്ണനെ കൊടുത്തിട്ട് തിരിച്ചവർക്ക് കണ്ണനെ തരാതിരിക്കാനുള്ള ഒരു മടിയാണോ എന്തായാലും രാജേഷ് ഏട്ടൻ എനിക്ക് ആ കണ്ണനെ തന്നു. വലിയ കണ്ണനായിരുന്നു കേട്ടോ. എനിക്ക് ആഹാ അമ്പടി ജിങ്കാലാല എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു വരച്ചു. അപ്പോഴേക്കൊക്കെ നമ്മൾ ഈ സെയിൽ ചെയ്ത ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സാധിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാജേഷ് ഏട്ടൻ്റെ ഫോട്ടോ വരച്ച് രാജേഷ് ഏട്ടന് കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞിക്കല്ലോ, കൊണ്ടു കൊടുക്കാൻ ഇത് ഗ്ലാസിൻ്റെ മുകളിലാണ് ഞാൻ വരച്ചത്. ഇവിടുന്ന് കൊയിലാണ്ടി ഇന്നൊരു 2-3 കിലോമീറ്റർ വണ്ടിമേലെ വെച്ച് ഓടിയിട്ടേ ഉള്ളൂ. ഗ്ലാസ് കിണിങ്ങിൽ പൊട്ടി അങ്ങ് പോയി. ആദ്യത്തെ ഫോട്ടോ ആദ്യമായിട്ട് ഞാൻ വെണ്ണക്കണ്ണനെ വരച്ചത് പൊട്ടിപ്പോയി. ഭയങ്കര വിഷമമായി. ആ വിഷമം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കാക്കഞ്ഞോടനെ അത് 2mm ആയിട്ടാണ്, നീ 3mm ഷീറ്റ് എടുക്ക്, ഗ്ലാസ് എടുക്ക്. ഗ്ലാസ്സിന് 3mmനൊക്കെ ചീപ്പ് പൈസ ഉള്ളൂ കേട്ടോ. അങ്ങനെ 3mm എടുത്ത് ഞാൻ വരച്ച് രാജേഷ് ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്ത്. രാജേഷ് ഏട്ടൻ്റെ വീട്ടിൽ ഇപ്പോഴും പോയാൽ കാണാം ഞാൻ അന്ന് ആദ്യമായിട്ട് വരച്ച ഈ വെണ്ണക്കണ്ണൻ. ഒറ്റ നോട്ടത്തിൽ കണ്ണനാട്ടോ. കണ്ണും മൂക്കും ഇതൊക്കെ പല പല സ്ഥലങ്ങളിലാണ് എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ രാജേഷ് ഏട്ടൻ്റെ വീട്ടിൽ ഫോട്ടോ കൊണ്ടു കൊടുത്തപ്പോൾ എനിക്കൊരു ദക്ഷിണ തന്നു. ആ ദക്ഷിണ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നീട് ഈ രാജേഷ് ഏട്ടനും ശങ്കരേട്ടനും ഇവർ രണ്ടുപേരും എന്നെക്കുറിച്ച് പറയൽ തുടങ്ങി. ഇതേപോലെ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്താണെങ്കിലും അമ്പലത്തിലൊക്കെ ആണെങ്കിലും ഇഷ്ടമാതിരി ഭക്തരാണല്ലോ വരിക. ഇവരിത് കേട്ട് ഇവരും എന്നോട് ചോദിക്കൽ തുടങ്ങി, ഒരു ഫോട്ടോ വരച്ച് തരുമെന്ന്. അപ്പോഴത്തേക്കും ഓടക്കാളി ക്ഷേത്രം എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അമ്പലമുണ്ട്. അവിടുന്ന് എനിക്കൊരു വിളി വന്നു, ഒരു ഫോട്ടോ വരച്ച് തരുമെന്ന്. നീ വരച്ച കുഞ്ഞു ഫോട്ടോ വേണ്ട, നീ വരച്ച വലിയ ഫോട്ടോ മതി എന്ന് പറഞ്ഞു. അന്നവരെ എനിക്ക് 2000 രൂപ തന്നു. അങ്ങനെ പിന്നെ എനിക്കിതുമ്മൽ പൈസ കിട്ടൽ തുടങ്ങി. പക്ഷേ വലിയ പൈസയൊന്നും ഞാൻ മേടിക്കലില്ല കേട്ടോ. എനിക്ക് ഈ വലിയ ഫോട്ടോ വരച്ച് തുടങ്ങിയ സമയത്ത് ഒരു ഫോട്ടോയ്ക്ക് 2000 രൂപ ചിലവായിരുന്നു വരുന്നത്. അതിന് ഞാൻ 2500 രൂപ പ്രൈസാക്കി. ഗ്ലാസ്സാണ്, 1 ഇഞ്ചോ 1.5 ഇഞ്ചിൻ്റെയൊക്കെ ഫ്രെയിമൊക്കെ ആണ് ഇടൽ. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളായിരുന്നു. പക്ഷെ കാണാൻ വലിയ ഫോട്ടോ ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി തുടങ്ങി. ഈ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു എമൗണ്ടിൽ 2500 ഒക്കാത്തൊരവസ്ഥയായി. അപ്പോൾ പിന്നെ പൈസ കൂട്ടാൻ തോന്നിയില്ല. ഫോട്ടോയുടെ വലിപ്പം കുറയ്ക്കാൻ തുടങ്ങി. കുറച്ച് ഇന്ന് ഞാൻ 20,000 രൂപക്ക് കൊടുത്ത ഫോട്ടോ ആണ് അന്നത്തെ കാലത്ത് ഞാൻ 2000 രൂപക്ക് കൊടുത്തത്. അറിയോ നിങ്ങൾക്ക്? 13 അല്ലെ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് 2000 രൂപക്ക് കൊടുത്ത ഫോട്ടോ ഇന്ന് ഞാൻ 20,000 രൂപയാട്ടോ മേടിക്കുന്നത്.
അങ്ങനെ പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഞാൻ ഫോട്ടോയുടെ സൈസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷനില്ല. അങ്ങനെ ഇരിക്കെ വീഡിയോസ് ഒന്ന് വൈറലായി. ഗുരുവായൂർ ഫോട്ടോ കൊടുത്ത സമയത്ത് ഒരു കോൾ എനിക്ക് വന്നു. ആരാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഫോണിൽ നിന്ന് നമ്പറൊക്കെ പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ അളിയനൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ആ ഫോട്ടോക്ക് 2500 രൂപ, എത്ര സൈസ് എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സൈസൊക്കെ പറഞ്ഞു കൊടുത്തു. എത്ര ചിലവ് വരുന്നുണ്ട്? ഞാൻ പറഞ്ഞു 2000 രൂപ. അന്ന് കൊറിയർ അയക്കുന്നില്ലല്ലോ. അപ്പോഴേക്കൊക്കെ ഞാൻ ഈ അക്രലിക് ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇറങ്ങി കിട്ടോ. അക്രലിക് ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ കാരണം എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തിൻ്റെ അമ്മ ഭയങ്കര ഭക്തയാണ്, കൃഷ്ണഭക്ത, കൃഷ്ണവേണി എന്ന് തന്നെയാണ് പേര്. കൃഷ്ണഭക്ത, അത്രമേൽ കൃഷ്ണഭക്തയാണ്. അമ്മയെ കാണാൻ ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു, ഫ്ലാറ്റിൽ കേട്ടോ. അങ്ങനെ പോയ സമയത്ത് ആ ഫോട്ടോ പൊട്ടിപ്പോയി. അവിടെ എത്തിയപ്പോഴേക്കും എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടി ഇങ്ങനൊരു സംഭവമുണ്ട്, അക്രലിക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതുമ്മൽ വരച്ച് നോക്ക്. അതിന് മുമ്പേ ഞാൻ ക്യാൻവാസുമ്മൽ വരച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസുമ്മൽ വരച്ചിട്ട് മങ്ങിയൊരു കളറുമാണ്, കളർഫുൾ അല്ലതാനും. പക്ഷേ ഈ ഗ്ലാസിൻ്റെ മുകളിലത്തെ ആ ഒരു ഭംഗി കിട്ടുന്നില്ല, എനിക്ക് ഒരു തൃപ്തി കിട്ടുന്നില്ല. നമ്മൾ വാങ്ങുന്ന പൈസക്ക് ഒരു തൃപ്തി വേണ്ടേ? അങ്ങനെയാണ് ഇവൻ അക്രലിക് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു തരുന്നത്. അങ്ങനെയെല്ലാം കൂടി അക്രലിക് ഷീറ്റുമ്മലേക്കായിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേക്ക്. അപ്പോൾ ഈ ചേട്ടന് എന്നോട് സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. മോളെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇത് ഈ പ്രൈസിന് കൊടുത്താലും നോക്കൂ. എന്നോട് ചോദിച്ചു എത്ര പൈസ ചിലവുണ്ട്. ഞാൻ പറഞ്ഞു 2000 രൂപ. കൊറിയർ ചെയ്യാറില്ല കേട്ടോ അന്ന്. എത്ര ദിവസം മെനക്കെടുണ്ട്? ഞാൻ പറഞ്ഞു 4 ദിവസത്തെ മെനക്കെട്. എത്ര ലാഭം കിട്ടുന്നുണ്ട്? 500 രൂപ. എന്നിട്ട് എന്ത് സമ്പാദിച്ചു? ഞാൻ പറഞ്ഞു, KSFയിൽ വീട് ജപ്തിക്ക് വെച്ചിട്ടുണ്ട്, വേറെ സമ്പാദിച്ചിട്ടില്ല എന്ന് സത്യാവസ്ഥ ഞാൻ പറഞ്ഞു കൊടുത്തു. മോളെ ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് ഇവരെന്നോട് പറഞ്ഞു, നീ വരയ്ക്കുന്ന ഈ ഒരു സൈസിന് മിനിമം 5000 രൂപയെങ്കിലും മേടിക്കണം, അല്ലാതെ നിനക്ക് ഒക്കൂല. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്തുവാ പറയുന്നത്? ഒരു ഫോട്ടോക്ക് 5000 രൂപയോ? ആരും മേടിക്കൂല എന്ന്. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നലാണത്, നിൻ്റെ ഫോട്ടോയുടെ വാല്യൂ നിനക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. നീ ആദ്യത്തെ ഒരാൾ 5000 എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഫോൺ കട്ടാക്കി പോവുമായിരിക്കും. രണ്ടാമത്തെ ഒരാൾ 5000 എന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞാൽ നീ 5 ഫോട്ടോ വരച്ച് കിട്ടുന്ന വരുമാനം നിനക്കൊരൊറ്റ ഫോട്ടോൻ്റെ പുറത്ത് കിട്ടും. ഒരാൾ ക്യാൻസലായി പോകുന്നതാണോ ഈ 5 ആളുടേത് ഒരു ദിവസം കൊണ്ട് അല്ലെ ഒരു വർക്ക് കൊണ്ട് കിട്ടുന്നതാണോ നിനക്ക് നല്ലത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതാ നല്ലത് എന്ന് പറഞ്ഞു. അത് കഴിയും ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതേ ഈ ഒരു ഫോട്ടോ തൊട്ടിട്ട് നീ 5000 രൂപ റേറ്റാക്ക്. ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പൊതുവെ എല്ലാവരും പറയും എന്താ വെച്ചാൽ, നീ ഒരു കാര്യം, നീ അടുത്ത ഫോട്ടോ തൊട്ടിട്ട് നീ 5000 രൂപയാക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈ ഫോട്ടോ തൊട്ടിട്ട് നീ ഇനി എൻ്റെ എല്ലാ ഫോട്ടോക്കും 5000 രൂപ വെച്ച് മേടിക്കണം എന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഫോൺ വിളിച്ച് വെക്കുകയും അന്ന് വൈകുന്നേരം ബിനു എന്ന് പറഞ്ഞ ചേട്ടൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബിനു എന്ന് പറഞ്ഞ ചേട്ടന് എന്നെ വിളിക്കുക, ഇതിങ്ങനെ ഫോട്ടോ വേണം, ഞാനിങ്ങനെ ഇതൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ എത്രയാ സൈസ്? 12 ഇഞ്ച് വീതിയും 12 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളം, 12 ഇഞ്ച് ഷീറ്റിൻ്റെ 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ് വരുന്നത്. 5000 രൂപ വരും. ആയിക്കോട്ടെ കുട്ടി, എത്ര അഡ്വാൻസ് അയക്കണ്ടേന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഒരു നിമിഷം ഞാൻ ആകെ സ്റ്റക്കായി നിന്നു. അത് കഴിയും പിന്നെ അടുത്ത ആൾ വിളിച്ചപ്പം 5000 എന്ന് പറഞ്ഞപ്പോൾ അയാൾ ക്യാൻസൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമല്ല, കാരണം ഞാൻ 5 ഫോട്ടോ വരയ്ക്കുന്നതിൻ്റെ കൂലി എനിക്ക് ഒരു ഫോട്ടോൻ്റെ പുറത്ത് കിട്ടുകയാണ്. അടുത്ത ആൾ വിളിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. ആൾ പറഞ്ഞത് സത്യമാണല്ലോ, എനിക്ക് പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ എൻ്റെ അപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഈ ഒരു വീട്ടിലേക്ക് മാറിയപ്പം നിങ്ങൾക്ക് കേൾക്കണോ ഗൈസ്, വീടൊന്നും തേച്ചിട്ടില്ല. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പഴയ വീട്ടിലെ കട്ടിൽ.
അപ്പം ഞാൻ വരയ്ക്കുക എന്ന് പറയുന്നത് എൻ്റെ അമ്മായിയമ്മ ഉണ്ടല്ലോ, അമ്മായിയപ്പന് സ്ത്രീധനം കിട്ടിയൊരു എന്തുണ്ട് മേശയുണ്ട്. എൻ്റെ അമ്മായിയപ്പന് മരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 96 വയസ്സങ്ങണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ളൊരു മേശയുണ്ട് ഇവിടെ. ആ ഒരു മേശൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഇരുന്ന് വരയ്ക്കുന്നത്. അപ്പം ഞാൻ വരയ്ക്കാന്ന് വെച്ചാൽ രാത്രിയാണ് വരയ്ക്കുക. എൻ്റെ മോളും മോനും ഉറങ്ങിയതിന് ശേഷമാണ് വരയ്ക്കാറ്. അന്നത്തെ ശീലാട്ടോ ഇന്നും രാത്രി ഉറക്കില്ലാതായിപ്പോയത്. അങ്ങനെ വരച്ചുണങ്ങാൻ ഇങ്ങനെ സൈഡിൽ വെക്കുമ്പോൾ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ പൊടി ഇതിലേക്ക് തൊയ്യും. ഞാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാം. എന്നിട്ട് ഈ പൊടി ഇങ്ങനെ തോണ്ടി എടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോക്ക് 5000 രൂപ റേറ്റ് വരുന്നത്. ഞാൻ 4 ദിവസത്തെ കഷ്ടപ്പാടാണ്. എനിക്ക് കൊറിയർ ചാർജ് സഹിതം 2500 രൂപ ചിലവ് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ ചിത്രം ഈ 2500 സമയത്ത് തന്നെ കേട്ടോ ഞാൻ മോഹൻലാലിന് ഫോട്ടോ കൊടുത്തു, സുരേഷ് ഗോപിക്ക് കൊടുത്തു. ആദ്യം കൊടുത്തത് കുമ്മനം രാജശേഖരേട്ടനാണ്. രാജശേഖരേട്ടൻ ഈ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടപ്പോൾ സുരേഷ് ഗോപി കണ്ട് എന്നെ വിളിച്ചതാണ്. അങ്ങനെ സുരേഷ് ഗോപിക്ക് ഫോട്ടോ കൊടുത്തു. അപ്പോൾ സുരേഷ് ഗോപിനോട് ഞാൻ പറഞ്ഞു എനിക്ക് മോഹൻലാലിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞ് അതിനുള്ള ഒരു കാര്യം സുരേഷ് ഗോപി റെഡിയാക്കി തന്നു. അങ്ങനെ സുരേഷ് ഗോപിയുടെ PA ആണ് എനിക്ക് ജയറാമേട്ടനെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അവരുടെ PA ആണ് പിന്നെ ദിലീപ് ഏട്ടനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് മനോജ് K ജയേട്ടനെ പരിചയപ്പെടാൻ പറ്റിയത്. അങ്ങനെ പിന്നെ അമൃതാനന്ദമയി, ഗോകുലം ഗോപാലേട്ടൻ, പിന്നെ മരിച്ചു പോയ ഒരാളുണ്ടല്ലോ, അവരുടെ പേരെന്തായിരുന്നു, KTC ഗംഗാധരേട്ടൻ, അങ്ങനെ എല്ലാവർക്കും ഞാൻ ഫോട്ടോ കൊടുത്തു. ന്യൂസിലൊക്കെ അറിയപ്പെട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് 2016 ആയപ്പോഴേക്കും ഈ പറഞ്ഞ ഗൂഗിളിലൊക്കെ ജസ്ന സലീം എന്നടിക്കുമ്പോൾ ഡീറ്റെയിൽ സഹിതം വരുന്ന രീതിയിലേക്കൊക്കെ ആയി മാറി. അപ്പോൾ ഇത്രയൊക്കെ സന്തോഷം ഉണ്ടാകുമ്പോൾ കുടുംബം ഇല്ലാതായിപ്പോയി കേട്ടോ. ഞാൻ ഈ ചിത്രവര രംഗത്തേക്ക് എത്തി ഓരോരോ പേപ്പറിൽ വന്നു തുടങ്ങിയപ്പം ഒരു കാലത്ത് പേടിച്ച അമ്മോന, ഒരു കാലത്ത് ഇഷ്ടപ്പെട്ട അമ്മോനോട് ഓരോരുത്തർ ചോദിക്കൽ തുടങ്ങി, നിൻ്റെ പെങ്ങളുടെ മോളല്ലേ ഈ ചെയ്യുന്നത്, എത്ര ഹറാമ് പിടിച്ച കാര്യമാണ് അവൾ ചെയ്യുന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ, നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവരിൽ വരൽ തുടങ്ങി. അങ്ങനെ പിന്നെ അവരൊക്കെ ഓരോരുത്തരായിട്ട് കൈ ഒയ്യൽ തുടങ്ങി. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മകനൊരിക്കൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇവരൊക്കെ കളിയാക്കായിരുന്നു എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഫോട്ടോ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു വാശിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ മമ്മൂട്ടിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ ഞാൻ. അങ്ങനെ ഇവനൊരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്യുന്ന ജോലി എന്താണെന്ന് നിനക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ബോധമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, അതിനേക്കാട്ടിലും വലുത് വേശ്യാവൃത്തി ചെയ്യുന്നതാണ്. നിനക്ക് അങ്ങനത്തെ ജോലി ചെയ്യാൻ നീ തയ്യാറാണ്, നീ പറ, നിനക്ക് പോവേണ്ട സ്ഥലത്ത് ഞാൻ കൊണ്ടുവച്ചാക്കി തരും, നിൻ്റെ കാര്യം കഴിയുള്ളൂ, അവിടെ നിൻ്റെ കാവലായിട്ട് ഞാനിരിക്കും. അതിനേക്കാട്ടിലും മോശപ്പെട്ട ജോലിയാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആകെ തകർന്നു പോയൊരു നിമിഷം. ഇത്രയും കാക്കേന്ന് വിളിച്ച്, അല്ലേ ഇവനൊക്കെ തന്നെയാണ് എന്നെ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് നടന്നത്. അവൻ തന്നെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പം 2-3 ദിവസം ഭയങ്കരമായിട്ട് മെൻ്റലി ഷോക്കായിപ്പോയി. 3-ാമത്തെ ദിവസം ആദ്യത്തെ ആത്മഹത്യാശ്രമം. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആത്മഹത്യാശ്രമം. സഹിക്കാൻ പറ്റിയില്ല, കാരണം കുടുംബവും അടുപ്പിക്കുന്നില്ല. ഉമ്മക്കും വാപ്പക്കും ചെറിയൊരു എതിർപ്പ്. വാപ്പ സപ്പോർട്ടാണെങ്കിലും ഉമ്മ മിണ്ടലും കാര്യങ്ങളൊന്നുമില്ല. ഉമ്മ ഈ അടുത്ത കാലത്താട്ടോ ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് തുടങ്ങിയത്. തെറ്റല്ല, ഇത് ശരിയാണ്, അവളുടെ ജോലിയാണ് എന്ന് ഉമ്മ ചിന്തിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഉമ്മ ഈ ഒരു സപ്പോർട്ടായിട്ട് വന്നത്. അല്ലാതെ ഉമ്മാൻ്റെ ആങ്ങളിനെ പേടിച്ചിട്ട് ഉമ്മയും എന്നെ കാണുമ്പോൾ മൗനം പാലിക്കാറായിരുന്നു. ആ കാലത്ത് എല്ലാവരും മൗനം പാലിക്കുമായിരുന്നു. ദേഷ്യം പിടിക്കുന്നല്ല, ആരും മിണ്ടൂലായിരുന്നു, ആരും എന്നെ കണ്ടാൽ തിരിഞ്ഞു നോക്കൂലായിരുന്നു. നമ്മളെന്തോ ഒരാളെപ്പോലെ വീട്ടിൽ കയറുക, ആരെപ്പോലെയോ ഇറങ്ങിപ്പോരുക, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇത്ര കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാട് ഇനിയും കണ്ണനെ പറ്റി പറയാനുണ്ട്.
അപ്പം മകളെ ഗർഭം ധരിച്ച അന്ന് തൊട്ടിട്ടാണ് കണ്ണൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ കുഞ്ഞായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്നെൻ്റെ മോളുടെ പിറന്നാൾ. ഈ ദിവസം തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ ഒരുപാട് കാലമായി വിചാരിക്കുന്നു. ഇങ്ങനെയാണ് കണ്ണൻ്റെ പേര് വന്നതും ഇങ്ങനെയാണ് കണ്ണൻ കാരണം ലോകം മുഴുവനായിട്ട് അറിയപ്പെടുന്നൊരു ചിത്രകാരിയായതും. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ ഇന്നേ വരെ ചിത്രം വരച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്ത്യയുടെ ഭൂപടം വരെ എണ്ണ തേച്ചിട്ട് പേജ് എണ്ണ ആവാത്ത രീതിയിൽ വെച്ചിട്ട് കോപ്പി അടിച്ച ഒരാളാണ്. ചുമ്മാ വരച്ചൊരു നിങ്ങളൊക്കെ കളിയാക്കും പോലെ ഒരു കാർട്ടൂൺ പോലത്തെ ഒരു ചിത്രം ഇന്ന് എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ സഹിതം ഉള്ള ഒരു ഫോട്ടോ ആയി മാറിയത്. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. എല്ലാമുണ്ട്, പണമുണ്ട്, സന്തോഷമുണ്ട്, കുടുംബം മാത്രമില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അപ്പം ഇന്നെൻ്റെ മകളുടെ പിറന്നാളായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണന് എനിക്ക് ആഘോഷിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും ആഘോഷിക്കണമെന്ന ആഗ്രഹമുണ്ട് എനിക്ക്. നിങ്ങളിലേക്കൂടി ആ സന്തോഷം എത്തണമെന്ന് കരുതിയിട്ട് 5000 രൂപക്ക് വിൽക്കുന്ന ഫോട്ടോ ഞാൻ 3500 രൂപയും പ്ലസ് കൊറിയർ ചാർജും കൂടി ആക്കിയിട്ടൊരു ഓഫർ വരെ ഇട്ടിട്ടുണ്ട്. 50 പേർക്ക്. അതിലപ്പുറം ആൾക്കാർക്ക് എനിക്ക് കൊടുത്താൽ നഷ്ടമാണ്. അതുകൊണ്ടാണ് 50 പേർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫർ ഇട്ട് 2 ദിവസമേ വീഡിയോ വെക്കുള്ളൂ. 3ാമത്തെ ദിവസം ഞാൻ ഡിലീറ്റ് ചെയ്യും. ഒരുപാട് ഓർഡറുകൾ വന്നാൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര ലോസ്, എനിക്ക് എന്താ പറയുക, നഷ്ടക്കച്ചവടമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മകളുടെ ഈ ഒരു സന്തോഷവും കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്ന സന്തോഷവും അതിൻ്റെ ഒരു കാര്യത്തിൽ ഏതായാലും കണ്ണൻ എന്നെ കൈവെടിയാതെ 13ാമത്തെ വർഷമായത്. ഈ കണ്ണിന് കഴുത്തിൽ പോലും ഇപ്പം ഇട്ടാണ്ട് നടക്കാനുള്ള ധൈര്യമുണ്ട് എനിക്കിപ്പോൾ കുടുംബത്തെ പേടിക്കണ്ട, കൂട്ടുകാരെ പേടിക്കണ്ട, നാട്ടുകാരെ പേടിക്കണ്ട, ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. ദൈവത്തിനറിയാം എന്നിലൊരു സത്യമുണ്ട് എന്നുള്ളത്. എന്നെ എവിടെയും തളർത്തരുത് എന്നുള്ളതും ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഞാൻ എവിടെയും തളരാത്തത്. ഇങ്ങനെയാണ് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരിയെന്നോ ഒരു ചിത്രകാരിയെന്നോ ഒരു കൃഷ്ണഭക്ത എന്നൊക്കെ ഉള്ള രീതിയിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിക്കെങ്കിൽ എന്നെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിതാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ഗുരുവായൂർ പോയി കച്ചറ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളോ ഒന്നുമല്ല. എൻ്റെ ജീവിതകഥ ഇങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ പോയ ഒരു കഥയും കൂടി ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് കണ്ണനെ കണ്ട വീട്ടിലുള്ള അമ്മ ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, മോളെ നിനക്കിതൊന്ന് വരുമാനം കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അമ്മയെ വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പൈസ നീ കണ്ണന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ നിനക്ക് 1000 രൂപ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൽ1 രൂപയെങ്കിലും നീ കണ്ണന് എന്ന് പറഞ്ഞ് മാറ്റി വെക്കണം. എന്നിട്ട് നിനക്ക് പറ്റുന്ന സമയത്ത് നീ ഗുരുവായൂരൊന്ന് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഗുരുവായൂർ ആദ്യമായിട്ട് പോകുന്നതും ആ പൈസ നടക്കലിടുന്നതും. കണ്ണനെ ആദ്യമായിട്ട് നടയിൽ പോയി കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷമോ, എനിക്ക് സന്തോഷത്തെക്കാട്ടിലുപരി കുറ്റബോധം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് വാവനെ ഓർത്തിട്ട് ഞാൻ എന്നെ തന്നെ പ്രാഗി അങ്ങനത്തെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും ഒരു 3 വയസ്സ് തൊട്ടിട്ട് കണ്ണനെ എന്ന് ഞാൻ വിളിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർ എൻ്റെ കാതിലേക്ക് ഓതി തന്നിട്ടുള്ളൊരു പേരാണ്. ഇപ്പോഴും കണ്ണനെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ അഭിസംബോധന ചെയ്യുന്നത്. അതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കൃഷ്ണന അല്ലെ കണ്ണൻ്റെ വരയിലേക്ക് എത്തിച്ച കഥ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ ഈ കഥ അറിയാത്തവരുണ്ട്, അവരും കൂടി ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.